ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന നിമിഷം എത്തിയേട്ടോ. എന്ന് വെച്ചാൽ കൺമണിയേക്കും കൃഷ്ണനും ഒന്നുകൂടിയും കല്യാണം കഴിക്കാനുള്ള ഒരു യോഗം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പൊന്നും വീട്ടിൽ വെച്ചിട്ട്. അങ്ങനെ അവരുടെ താലികെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ വനദുർഗാ ദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് തന്നെ ദേവ് സാറ് അവരെയും കൊണ്ട് നാട്ടിലേക്ക് തന്നെ മടങ്ങുമായിരിക്കും. പക്ഷേ നാട്ടിലാണെങ്കിലോ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നടക്കുന്നത്. അങ്ങനെ മീരയെ പറഞ്ഞയക്കേട്ട സുമിത്ര, ഇനി മേലാൽ നീ ഇവിടെ കണ്ടുപോകരുത്. പിന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്ത് പറഞ്ഞാൽ നിന്നെ ഞാൻ തീർത്ത് കളയും. അതുകൊണ്ട് തന്നെ ഒരു അക്ഷരം മിണ്ടണ്ട ആരോടും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് നിന്ന് നിനക്ക് ജീവിച്ചാൽ അത് കൊള്ളാമെന്നും പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സുമിത്രയും ബാലഗോപാലനും കൂടി ചേർന്നിട്ട് ബലരാമനെയും അതുപോലെ തന്നെ ഭാഗ്യശ്രീയും അവിടുന്ന് നാട് കടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് വേണം. അവരെ തെരഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുന്നതിന് മുന്നേ തന്നെ പോകണം. അഥവാ തെരഞ്ഞു വന്നാൽ അപ്പോൾ തന്നെ ബലരാമനെ തീർത്തിരിക്കണം എന്നൊക്കെ സുമിത്ര പറയുന്നുണ്ട് കേട്ടോ. ഒരു കടൽ ചോരയില്ലാത്ത സംസാരമാട്ടോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൃഷി നാട്ടിലെത്തേണ്ടതുള്ളൂ. മീര എന്തായാലും കൃഷ്ണനെ കോണ്ടാക്ട് ചെയ്യുന്നുള്ളത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ബലരാമനെയും ഭാഗ്യശ്രീയും രക്ഷിക്കാൻ കൺമണിയും കൃഷ്ണൻ കൂടി ഓടിയെത്തും. അതോടുകൂടി തന്നെ ഇവരുടെ പ്ലാനിങ് എല്ലാം തന്നെ പൊളിയും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം കേട്ടോ.